പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗൾഫ് രാജ്യങ്ങളിൽ കടുത്ത ആക്രമണം തുടർന്ന് ഇറാൻ. ബഹ്റൈനിലെ സൽമാൻ തുറമുഖത്ത് കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം. ഒരാൾ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വരുന്നു. 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇറാന്റെ മിസൈലുകൾ തകർത്തുവെന്ന് കുവൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള നീക്കങ്ങൾക്ക് മറുപടി നൽകുമെന്ന് GCC രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ള ആക്രമണത്തിന് ഇസ്രയേലും കനത്ത തിരിച്ചടി നൽകി. ലെബനിലെ ബെയ്റൂത്തിൽ ഇസ്രയേൽ ബോംബാക്രമണം നടത്തി. ടെഹ്റാനിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. അതിനിടെ മിനാബിലെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഉയർന്നു. 180ആയി. മിസൈൽ അവശിഷ്ടം പതിച്ച സിറിയയിൽ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തീവ്രവാദം തുടച്ചു നീക്കും വരെ ആക്രമണം തുടരുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വിമതരോട് ഭരണം പിടിക്കാനും ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നു. സംഘർഷത്തിനു പിന്നാലെ ക്രൂഡ് ഓയിൽ വില 13% ഉയർന്നു. വിവരങ്ങളുമായി വാർ ഡെസ്കിൽ നിന്ന് സായ് കുമാർ, വിനീത വേണു, ഡൽഹിയിൽ നിന്നും PR സുനിൽ, K സജീഷ്, ഡൽഹിയിൽ നിന്നും നോബൽ മാരിക്കാരൻ, ഫൈസൽ ഹംസ എന്നിവർ ചേരും. ആദ്യം സായ് കുമാറിലേക്ക്. സായി, ഗുഡ് മോർണിംഗ് സായി. ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് ഇന്നും പ്രേക്ഷകരിലേക്ക് നമുക്ക് ഈ വാർത്താ പ്രഭാതത്തിൽ എത്തിക്കാനുള്ളത്. അതിലൊരു പുതിയ ഡെവലപ്മെന്റ് എന്നുള്ളത് GCC രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിർത്തി കടന്നുള്ള നീക്കത്തിന് മറുപടി കിട്ടും എന്നുള്ളതാണ്. അതേപോലെ ലെബനിലെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണവും ഇപ്പോൾ പുതിയ വാർത്തയാണ്. GCC രാജ്യങ്ങളിൽ ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരിക്കുന്ന ബഹ്റിനിൽ തന്നെയാണ് ഇക്കുറിയും ഇന്നലെ രാത്രിയിലും കനത്ത നാശം ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ സൈകുമാർ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. GCC രാജ്യങ്ങൾ കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാൻ ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവർ നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും രൂക്ഷത അനുഭവിക്കുന്നത് ബഹ്റൈൻ ആണ് എന്ന് പറയേണ്ടി വരും. സൽമാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് കനത്ത ആക്രമണം ഉണ്ടായത്. അവിടെ ഒരു വിദേശ കപ്പലിന് തീ പിടിച്ചതായി ബഹ്റൈൻ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നു എന്നതാണ്. അതിനിടയിൽ ഒരു തൊഴിലാളി കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് രാജ്യത്തിൻ്റെ കപ്പലിനാണ് തീ പിടിച്ചത് എന്ന് ബഹ്റൈൻ സ്ഥിരീകരിച്ചിട്ടില്ല. അത് വലിയ തീപിടുത്തമാണ് എന്നവർ പറയുകയും ചെയ്യുന്നു. സൽമാൻ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നുള്ളത് നിരവധി രാജ്യങ്ങളുടെ കപ്പലുകൾ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വ്യാവസായിക ഇടനാഴിയാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിൽ കർശനമായിട്ടുള്ള മറുപടി ഉണ്ടാകും എന്നതടക്കമുള്ള പ്രതികരണം ഇപ്പോൾ ബഹ്റൈൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇന്നലെ അടിയന്തര യോഗം ചേർന്ന് കടുത്ത അതൃപ്തി ഇറാന്റെ ഈ നടപടികളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. തങ്ങളുടെ മണ്ണിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണത്തിനെതിരെ ഒരു തിരിച്ചടി നൽകാൻ തീരുമാനിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നലെ GCC രാജ്യങ്ങൾ നടത്തിയത്. അതിനിടെ ബഹ്റൈൻ ഭരണാധികാരിയെ ഡൊണാൾഡ് ട്രംപ് ഫോണിൽ വിളിക്കുകയും ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇറാനെതിരായിട്ടുള്ളൊരു നിലപാട് ഗൾഫ് രാഷ്ട്രങ്ങളെ കൊണ്ട് സ്വീകരിപ്പിക്കാനുള്ളൊരു സമ്മർദ്ദ തന്ത്രം ഇപ്പോൾ അമേരിക്ക കൂടി നടത്തുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇതുവരെ ഒരു നേരിട്ടുള്ള അറ്റാക്കിന് മറുപടി നൽകാനുള്ള ഒരു നീക്കത്തിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ കടന്നിട്ടില്ല. പക്ഷേ ഇറാൻ ഈ രീതിയിൽ തന്നെയുള്ള നീക്കങ്ങൾ തുടരുകയാണെങ്കിൽ അവർ ഒരുപക്ഷേ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോയേക്കാം എന്നുള്ള ഒരു സൂചനയുണ്ട്. പക്ഷേ കുവൈത്തിൽ കൂടി ഇപ്പോൾ വലിയ രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് മിസൈലുകൾ വന്ന് പതിച്ചതായി കുവൈത്തും സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതെല്ലാം നിർവീര്യമാക്കുകയും ചെയ്തു. അമേരിക്ക ആകട്ടെ തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആക്രമണം ഇപ്പോൾ നടത്തുകയാണ് ഇസ്രയേലിനെ മുൻനിർത്തിക്കൊണ്ട്. ഇപ്പോൾ നിലൂഫർ സ്ക്വയറിൽ മാത്രം 20 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടുത്തെ ഗാന്ധി ആശുപത്രി പൂർണ്ണമായും ഇറാൻ കഴിഞ്ഞ ദിവസം ഒഴിപ്പിക്കുകയും ചെയ്തു. മിനാബ് സ്കൂളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 180ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക അവരുടെ B2 ബോംബർ അടക്കം ഉപയോഗിച്ച് IRGCയുടെ ആസ്ഥാനം തന്നെ തകർത്തു എന്നാണ് അമേരിക്ക അതിൻ്റെ ദൃശ്യങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് അറിയിച്ചത്. ഒരു പാമ്പിൻ്റെ തല ഞങ്ങൾ അറുത്തുമാറ്റിയിരിക്കുന്നു. ഇനി ഒരു അമേരിക്കൻ സൈനികനെയോ പൗരനെയോ വധിക്കാനുള്ള ഒരു ആസ്ഥാനം പോലും ഇറാൻ സൈന്യത്തിനില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിൻ്റെ ഒരു സൂചനയും ട്രംപിൻ്റെ വാക്കുകളിലില്ല. 4 ആഴ്ചയോളം ഈ ഒരു ആക്രമണം തങ്ങൾ നീട്ടിക്കൊണ്ടു പോയേക്കാം എന്നുള്ളൊരു സൂചന കൂടി ഡൊണാൾഡ് ട്രംപ് നൽകുന്നുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പരം വാക്പോരുകളും ആക്രമണങ്ങളും ശക്തമായി തന്നെ തുടരുകയാണ്. ഡോക്ടർ അരുൺകുമാർ, ഒരു ആയുധം താഴെവെക്കുന്നതിൻ്റെ ഒരു സൂചനയും ഇപ്പോൾ ഇറാനോ ഇസ്രയേലോ അമേരിക്കയോ പങ്കുവയ്ക്കുന്നില്ല. ബ്രിട്ടൻ അടക്കം ഇതിൽ പങ്കാളികളാകുന്നു എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. കെയ്ൻ സ്റ്റാമറുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരം തങ്ങളുടെ വാർഷിപ്പ് കൂടി ഇതിൽ പങ്കെടുക്കുന്നതിനുള്ളൊരു അഭ്യർത്ഥനയുണ്ടായിരുന്നു. അത് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളൊരു പ്രതികരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറെ കൂടി അശാന്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും.